ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മത്സരത്തിനൊന്നും ഞാനില്ലെന്ന് പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ, പങ്കെടുപ്പിച്ചേ അടങ്ങും. നാളെ ആ രാജിയെ കൊണ്ട് ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ? എനിക്കറിയില്ല നാളെ എന്തൊക്കെയാവൂന്ന്. എന്താ ശാരദാമ്മേ, എന്തൊക്കെയാ ശാരദാമ്മ ഇരുന്ന് പറയുന്നത്? നാളത്തെ മത്സരത്തിന്റെ കാര്യം ഓർത്തിട്ടാ. ഓ, IAS പരീക്ഷയൊന്നും അല്ലല്ലോ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കാൻ. ഓ, അതായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ വേണ്ടായിരുന്നു. എനിക്ക് ഇതിപ്പോ കടയിലെ കാര്യം ഓർത്തിട്ട്. ആ, വരുന്ന പോലെ വരട്ടെ. ആ രാജിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യട്ടെ, അല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അതൊക്കെ അവിടെ നിക്കട്ടെ. നാളത്തെ അംഗത്തിന് ആരാ തുണ വരുന്നേ? ആ, ഉണ്ടായിരുന്ന ആളെ നാടകം കളിച്ച് സത്യാമ്മയുടെ അടുത്തേക്ക് അയപ്പിച്ചില്ലേ? ഇനിയിപ്പോ ഞാനേ ഉള്ളൂ. എനിക്കാണെങ്കി ഇപ്പോ പഴയ പോലെ കറിക്കൂട്ടുകളും ചേരുവകളും ഒന്നും മനസ്സിലാണെങ്കി ഇരിക്കുന്നുമില്ല. പുറത്തുനിന്നും ആളെ വിളിക്കേണ്ടി വരുമോ? എന്നെ ഇതിലേക്ക് പിടിച്ചിട്ട ആളല്ലേ, നാളെ എന്റെ ഒപ്പം അങ്ങ് വന്നേച്ചാ മതി. കറിക്കൂട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നാ മതിയല്ലോ. അതൊക്കെ നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മോൾ അങ്ങനെ മുങ്ങാന്ന് വിചാരിക്കണ്ട. ഞാൻ വന്നോളാം, പക്ഷെ ജയിപ്പിച്ച് തന്നിക്കണം. ആ, ഇല്ലെങ്കിൽ കളക്ടർ പങ്കെടുത്ത ടീം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലേ നാണക്കേട് എനിക്കാ. അതൊക്കെ നോക്കാം. മോളെ, അനൂപിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? എന്ത് തീരുമാനം എടുക്കാനും അധികാരമുള്ളത് അവന്റെ അമ്മയ്ക്ക് തന്നെ. അമ്മേ, നമുക്കതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അമ്മയ്ക്കറിയാലോ നമ്മളെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുമോ അതിനുള്ള വഴി തിരക്കി നടക്കുന്ന ആളാ അനൂപിന്റെ അമ്മ. അതായത് സാക്ഷാൽ രാജേശ്വരി. മകന്റെ കല്യാണക്കാര്യം നമ്മൾ തീരുമാനിച്ചു എന്നെങ്ങാനും അറിഞ്ഞാലേ അവരിങ്ങോട്ട് പറന്നെത്തും. എന്നിട്ട് കുടുംബശ്രീ ശാരദാമ്മയെ മുൻമുനയിൽ നിർത്തും. വെറുതെ ഒരു ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണോ? ആ പെങ്കുച്ചിന് അവന് വലിയ കാര്യമാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതൊന്നും രാജേശ്വരി സമ്മതിക്കൂലല്ലോ. അത് മാത്രമല്ലമ്മേ, വിഷ്ണുവേട്ടനുമായി ഈ പെങ്കുച്ചിന്റെ ബാപ്പയ്ക്ക് വളരെ നല്ലൊരു സൗഹൃദം. ഓ, അദ്ദേഹം ഇപ്പൊ വിഷ്ണുവേട്ടനും കുടുംബത്തിനും സഹായമായിട്ട് നിൽക്കുന്ന. ഈ ഒരു ബന്ധത്തിന്റെ പേരില് അനൂപ് നമ്മുടെ സ്വന്തമാണെന്നൊക്കെ പറയുമ്പോ ആ ബന്ധത്തില് ഒരു വിള്ളല് വരുമെന്ന് ഒരു പേടി. ഇതിപ്പം നമ്മളായിട്ടൊരു കുഴപ്പമുണ്ടാക്കി വെക്കണോ അമ്മേ? എന്ന് വെച്ച് അനൂപിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മോളെ? അത് ശരിയാ. എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതൊരു ബലമായിരുന്നു. അനൂപിന് അവന്റെ അമ്മയേക്കാൾ കാര്യം അന്നും എന്നോടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. കാര്യങ്ങളൊക്കെ നോക്കേണ്ട നിങ്ങളുടെ അച്ഛൻ എല്ലാ ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞിങ്ങനെ മാറി നിൽക്കുകയും ചെയ്യും. എന്തായാലും നമ്മൾ അതിൽ ഇടപെടണ്ട. അവരവരുടെ കാര്യം നോക്കട്ടെ. പ്രായപൂർത്തിയായവരല്ലേ, അവരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. അവരാ വഴിക്ക് പോട്ടെ. നമുക്കിവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കാം. അതാ നമുക്ക് നല്ലത്.